പേടി നമ്മുടെ കൂടപ്പിറപ്പാണ്. മനുഷ്യ ജീവിതം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പേടിയിൽ നിന്ന് തുടങ്ങി പേടിയിൽ തന്നെ ഒടുങ്ങുന്ന ഒരു വലിയ യാത്രയാണ്. തൊട്ടിലിൽ നിന്ന് തുടങ്ങുന്നു പേടി. ഒറ്റക്കാണല്ലോ എന്ന് പേടിച്ചിട്ടാണ് കുട്ടി കരയുന്നത്. ആ പേടിയുടെ പിടച്ചിൽ പിന്നെ തീരുന്നത് പള്ളിക്കാട്ടിലും. അപ്പോൾ പേടി ഒറ്റക്കായല്ലോ എന്നാണ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആദ്യം കാണുന്നതൊക്കെ നമുക്ക് പേടിയാണ്. ആരാണ്, എന്തൊക്കെയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം ആ പേടി. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരെ, പ്രകൃതിയെ ആ ഇളം പൈതൽ പകച്ചു നോക്കുന്നു. നീണ്ട 20 വർഷത്തെ ഉറക്കത്തിന് ശേഷം കണ്ണു തുറന്ന് ലോകത്തെ നോക്കിയ റിപ്പ് വാൻ വിങ്കിളിനെ പോലെ. ആദ്യത്തെ പേടി ലോകത്തെ അറിയാത്തത് കൊണ്ടാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള പേടിയൊക്കെ ലോകത്തെ അറിഞ്ഞതുകൊണ്ടുള്ളതാണ്. ബാല്യത്തിൽ വീട്, കൗമാരത്തിൽ പഠനം, യൗവനത്തിൽ ജോലിയും വിവാഹവും, വാർദ്ധക്യത്തിൽ മരണവും എല്ലാം തന്നെ പേടിയുടെ പര്യായങ്ങളായി മാറുന്നു. കൂടാതെ പ്രായഭേദമില്ലാതെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം വേറെയും. അവയുമായുള്ള നിരന്തരമായ ഒരു മൽപ്പിടുത്തമായി പിന്നെ ജീവിതം മുന്നോട്ടു പോകുന്നു. ഇനി സ്വന്തം ജീവിതത്തെ മാത്രം പേടിച്ചാൽ മതിയോ? അതും പോരാ. മതത്തെ പേടിക്കണം, അതിന്റെ വിധിവിലക്കുകൾ അനുസരിക്കണം, സമൂഹത്തെ പേടിക്കണം, അതിന്റെ നിയന്ത്രണങ്ങൾ മാനിക്കണം, രാജ്യത്തെ പേടിക്കണം, അതിന്റെ നിയമങ്ങൾ പാലിക്കണം. പിറന്നു വീഴും മുതൽ മരിച്ചു തീരും വരെ ദൈവത്തെ പേടിക്കണം. എല്ലാ മതങ്ങളും ദൈവത്തെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നതെങ്കിലും അനുഭവം മറിച്ചാണ്. നാം ദൈവത്തെ സ്നേഹിക്കുകയല്ല, പേടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ പ്രകൃതി ശക്തികളെയും മനുഷ്യൻ പേടിക്കണം. തീപിടുത്തം, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി പുരാതന മനുഷ്യർ പണ്ട് എന്തൊക്കെയാണോ പേടിച്ചത് അതെല്ലാം ഇന്നും നമ്മുടെ പേടി ലിസ്റ്റിൽ തന്നെയുണ്ട്. പല നാടുകളിലും യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതി ഒരു തീരാ ആധിയായി മാറിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് മനുഷ്യനിർമ്മിതമായ പേടികൾ വേറെയും. മനുഷ്യന്റെ പേടി മാറ്റാൻ വന്ന പലതും പിന്നീട് അവന്റെ പേടി കൂട്ടുകയാണ് ചെയ്തത്. ജീവൻ രക്ഷക്കുള്ള മരുന്നുകൾ തന്നെ ജീവിതം നശിപ്പിക്കുന്ന വിഷങ്ങളായി മാറി. പൗരന് സംരക്ഷണം കൊടുക്കേണ്ട നിയമങ്ങൾ തന്നെ അവന് തടവറയായി. സാങ്കേതിക വിദ്യയുടെ വളർച്ച ഭസ്മാസുരന് വരം കിട്ടിയ പോലെയായി. അനുഗ്രഹമാകേണ്ട മൊബൈൽ ഫോൺ ഒരു വലിയ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറെ വൈകാതെ ഒരു നാച്ചുറൽ കലാമിറ്റി ആയി മാറാൻ പോവുകയാണ്. ഭയം എന്റെ നിശാവസ്ത്രം എന്ന് പറഞ്ഞത് മാധവിക്കുട്ടിയാണ്. രാവും പകലും ആ നിശാവസ്ത്രം ധരിച്ച് നടക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. ഇനി പേടിയില്ല എന്ന് പറയുന്നതും ഒരു വലിയ പേടി തന്നെയാണ്. ആ പറച്ചിൽ തന്നെ പേടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൂത്രവിദ്യയാണ്. ഇരുട്ടുകൊണ്ട് കോട്ട അടക്കുന്നത് പോലെ പേടി ജീവജാലങ്ങളുടെ ജീവനിൽ ജന്മനാലുള്ളതാണ്. ആ ജീനുള്ളത് കൊണ്ടാണ് ആപത്തുകളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും നാം രക്ഷപ്പെട്ടു പോരുന്നത്. അല്ലെങ്കിൽ മലമുകളിലേക്ക് ഓടിക്കയറാനും അലകടലിലേക്ക് എടുത്തു ചാടാനും നാം മടി കാണിക്കില്ലായിരുന്നു. പേടി ജീവികൾക്ക് പലപ്പോഴും ഒരനുഗ്രഹമായി മാറുന്നു. മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ആകുലതകളാണ് പിൽക്കാലത്ത് മതങ്ങളായി മാറിയത്. എന്തൊക്കെ പറഞ്ഞാലും സംശയിക്കുന്ന, പേടിക്കുന്ന മനസ്സുകൾക്ക് സമാശ്വാസം തന്നെയാണ് മതങ്ങൾ. വർത്തമാനകാല ജീവിതത്തിലെ ദുരിതങ്ങൾ സഹിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നതും അതുതന്നെ. ഒരു ഉത്തമ സമൂഹ ജീവിയാക്കി അവനെ മാറ്റുന്നതും പേടി തന്നെയാണ്. സമൂഹത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പേടിയാണ്. സമൂഹത്തിൽ താൻ ഒറ്റപ്പെടുമോ എന്ന പേടി. അതുപോലെ രാജ്യനിയമങ്ങൾ പാലിക്കുന്ന ഒരു ഉത്തമ പൗരനാക്കി അവനെ മാറ്റുന്നതും അവനിലെ പേടി തന്നെയാണ്. നിയമങ്ങൾ ലംഘിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചുള്ള പേടി. ചുരുക്കത്തിൽ മര്യാദരാമന്മാരായി
നാം ഇവിടെ ജീവിക്കുന്നത് മതം, സമൂഹം, രാജ്യം എന്നിവയെ പേടിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ നമ്മുടെ ഉത്തമ പൗരബോധം കൊണ്ടോ മികച്ച ധർമ്മവിചാരം കൊണ്ടോ അല്ല. അതിലൊരു തെറ്റുമില്ല. ഒരു സമൂഹം അല്ലെങ്കിൽ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇത്തരം പേടികൾ അനിവാര്യമാണ്. അപ്പോൾ കുറച്ചൊക്കെ പേടി നല്ലതാണ്, അല്ലേ?